ഹൈ ഫ്രണ്ട്സ്, നമ്മൾ നോൺ റെസിഡന്റ് ടാക്സേഷൻ്റെ അകത്തെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയയാണ് നോൺ റെസിഡൻറ്റിലെ സ്പെഷ്യൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10ഓളം ടാക്സ് റേറ്റുകൾ നമുക്കുണ്ട് റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റോയാലിറ്റി, ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് ഒക്കെ ബന്ധപ്പെട്ട്. നമുക്ക് ആദ്യത്തെ ഒരു എക്സാം ഓറിയൻ്റായിട്ടുള്ള റിവിഷനാണ്, ക്വിക്കായിട്ടുള്ള വളരെ ചെറിയൊരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പക്ഷേ ടാക്സ് റേറ്റുകൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, സോ സെക്ഷൻ നമ്പർ 115A ഈ സ്പെഷ്യൽ ടാക്സ് റേറ്റുകൾ വരുന്നത്. അതിൽ ഇൻട്രസ്റ്റ് തന്നെ പല സിറ്റുവേഷൻസിലുണ്ട്. ഓക്കെ, ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് കമ്പനി, അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനി, ഗവൺമെൻറ് കമ്പനി, അങ്ങനെ ഒരുപാട് എന്തുണ്ട് സിറ്റുവേഷൻസിനനുസരിച്ച് ടാക്സ് റേറ്റിൽ എന്തുണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ലോൺ ഇൻ ഫോറിൻ കറൻസി, ലോൺ ഇൻ എനി കറൻസി. ഓക്കെ, നമുക്ക് ഓരോ സെക്ഷൻസ് എന്ത് ചെയ്യാം, നമുക്കിത് മെയിനായിട്ട് ഇതിന് ഒരുപാട് ലോജിക്കുകളൊന്നുമില്ല, കുറച്ച് ഓർത്ത് വെക്കാന്നുള്ളതാണ്. നമ്മൾ മെമ്മറി പവറാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ MCQയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാമിന് എന്ത് ചെയ്യാം, ചോദിക്കാം. ഫസ്റ്റ് നോക്കാം സെക്ഷൻ നമ്പർ, ഞാൻ ഇൻട്രസ്റ്റിൻ്റെ ഏരിയയാണ് ആദ്യം കവർ ചെയ്യുന്നത്. സെക്ഷൻ നമ്പർ 115A ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടാക്സ് റേറ്റുകൾ. സോ ഫസ്റ്റ് സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. നോൺ റെസിഡന്റ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നു, ലോൺ ഇൻ ഫോറിൻ കറൻസി ആർക്ക് കൊടുക്കുന്നു, ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കൺസേൺ. ഓക്കെ, ഇന്ത്യൻ കൺസേൺ മീൻസ് ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ ചെയ്യുന്ന എനി പേഴ്സൺ. ഓക്കെ, അതൊരു കമ്പനിയോ പാർട്ണർഷിപ്പ് ഫേമോ ആരായിക്കോട്ടെ. അപ്പോൾ ഒരു സിറ്റുവേഷൻ അതാണ്, ആരാണ് ലോൺ നമ്മൾ അസസ് ഇവിടെ ആരാണ് നോൺ റെസിഡന്റ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനി. അപ്പോൾ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുന്നു. പക്ഷെ ലോൺ കൊടുക്കുന്ന ഏത് കറൻസിയിലാണ്, ഫോറിൻ കറൻസിയിലാണ്. ആർക്കാണ് കൊടുക്കുന്നത്, ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ കൺസേൺ. ഓക്കെ, ഒരു ഇന്ത്യൻ എൻറ്റിറ്റി. ദെൻ അവർ തിരിച്ചെന്ത് ചെയ്യും, ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചതിന് എന്ത് കൊടുക്കണം, പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെ. നോൺ റെസിഡന്റ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനിക്ക് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് എന്നാൽ ഇന്ത്യയിൽ എന്ത് വരും, ടാക്സബിൾ ആവും. അപ്പോൾ അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്? ഓക്കെ, ആ ഒരു ടാക്സ് റേറ്റ് വരുന്നത് 20% ആണ് എന്ത് വരുന്നത്, ടാക്സ് റേറ്റ് വരുന്നത്. സെക്ഷൻ നമ്പർ 195 നമുക്ക് അതിൻ്റെ എന്ത് വരുന്നുണ്ട്, TDS വരുന്നുണ്ട്. അപ്പോൾ 115 ആദ്യത്തെ ഇൻട്രസ്റ്റ് സിറ്റുവേഷൻ ആണ്. ആരാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്, നമ്മൾ അസസ് ചെയ്യാനാണ് നോൺ റെസിഡന്റ് ആൻഡ് ഫോറിൻ കമ്പനി. ഓക്കെ, നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി. ആർക്ക്, ദറ്റ് ഈസ് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ കൺസേൺ. ഓക്കെ, ലോൺ എങ്ങനെയായിരിക്കണം, ഫോറിൻ കറൻസിയിലായിരിക്കണം. ദെൻ അതിൻ്റെ ഇൻട്രസ്റ്റിന്, ഓക്കെ, അതിൻ്റെ ഇൻട്രസ്റ്റിന് 20% പ്ലസ് എന്തെങ്കിലും സർചാർജിൻ്റെ ലിമിറ്റിൽ വരുന്നതാണെങ്കിൽ സർചാർജ് അപ്ലിക്കബിൾ ആണ്. പിന്നെ സെസ് ഓൾവേസ് അപ്ലിക്കബിൾ ആണ്. TDS വരുന്നത് 195 ടാക്സ് റേറ്റ് 20% ആണ്. ഇനി നോർമലി നമുക്കറിയാം DTAA അല്ലെ, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മേ ബി ഈ 20%നേക്കാൾ താഴെ ആയിരിക്കാം റേറ്റ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതിൻ്റെ റെലവൻസ് എന്താണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ 20% ആവാം, അല്ലെങ്കിൽ DTAA അപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ ലോവർ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാക്കിയുള്ള പോയിന്റുകൾ നോക്കാം. ഇതൊരു ഫ്ലാറ്റ് റേറ്റ് ടാക്സ് ആണ് 20%. ദാറ്റ് മീൻസ് PGBP സെക്ഷൻ നമ്പർ 28 to 44C വരെയുള്ള ബാക്കിയുള്ള എക്സ്പെൻസുകൾക്കൊന്നും എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ അലൗഡ് അല്ല. സോ ഡിഡക്ഷൻ ഈസ് നോട്ട് അലൗഡ്. സോ ഫ്ലാറ്റ് 20% അല്ലെങ്കിൽ DTAA ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള റേറ്റ് വിച്ച് അവർ ഈസ് ചെയ്ത് ലോവർ റേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഡിഡക്ഷൻ ഉണ്ട് ചാപ്റ്റർ 6 കിട്ടോ ഇല്ല, അഗെയിൻ സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആണ്. അതുകൊണ്ട് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് എന്നല്ല അലൗഡ് അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സെക്ഷൻ 80LA. ഓക്കെ, സെക്ഷൻ 80LAയുടെ ഡിഡക്ഷൻസ് നമുക്ക് അലൗഡ് ആണ്. ദാറ്റ് ഈസ് നമുക്കൊരു ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്, അതുപോലെ തന്നെ IFSCയിലൊക്കെയുള്ള യൂണിറ്റുകൾ കിട്ടുന്ന ഡിഡക്ഷൻ ഉണ്ട്. ഓക്കെ, സർട്ടൻ ഇൻകത്തിന് കിട്ടുന്ന ഡിഡക്ഷൻ ഏതിൽ സ്പെസിഫൈ, സെക്ഷൻ നമ്പർ 80LA. അപ്പോൾ എക്സെപ്റ്റ് 80LA ഒഴികെ ബാക്കിയൊരു ഡിഡക്ഷൻസ് ഒന്നും അലൗഡ് അല്ല. ദാറ്റ് മീൻസ് ചാപ്റ്റർ 6 അകത്ത് 80LA എന്നുള്ള സെക്ഷൻ്റെ അകത്ത് ഡിഡക്ഷൻസ് മാത്രമേ എന്തെന്നുള്ളൂ അലൗ ചെയ്യുന്നുള്ളൂ. അടുത്തത് സെറ്റ് ഓഫ് അനുവദിച്ചിട്ടുള്ളൂ. യെസ്, സെറ്റ് ഓഫ് എന്താണ്, ഈ ഒരു ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഒന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഫസ്റ്റ് ഇൻട്രസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ റെസിഡന്റ് ഓർ ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു എൻറ്റിറ്റിക്ക് ഇന്ത്യൻ കൺസേൺ എന്ത് കൊടുക്കുന്നു, ലോൺ ഇൻ ഫോറിൻ കറൻസി കൊടുക്കുന്നു. തിരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കുമ്പോൾ ആ ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ടാക്സ് റേറ്റ് എത്രയാണ്, 20% പ്ലസ് സർചാർജ് ഇഫ് എനി ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. TDS സെക്ഷൻ നമ്പർ 195 പ്രകാരം TDS പിടിക്കണം. ഇനി ടാക്സ് റേറ്റ് 20 ആണെങ്കിലും മേ ബി DTAA പ്രകാരം ലോവർ റേറ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിഡക്ഷൻസ് എന്തല്ല അലൗഡ് അല്ല, PGBP ഡിഡക്ഷൻസ് അലൗഡ് അല്ല. ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് അലൗഡ് അല്ല നോർമലി, എക്സെപ്റ്റ് സെക്ഷൻ നമ്പർ 80LA ഡിഡക്ഷൻസ് എന്താണ് അലൗഡ് ആണ്. സെറ്റ് ഓഫ് ഒക്കെ തന്നെ അനുവദിക്കുന്നുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എക്സാമിന് ടെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന്. ഓക്കെ, ഇങ്ങനെയുള്ള നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമാണെന്ന്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടത് തീരുമാനിക്കാൻ ആദ്യം നോക്കേണ്ടത് ഈ ഒരു ഇൻട്രസ്റ്റ് മാത്രമാണോ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇൻട്രസ്റ്റ് മാത്രമാണോ ഈ ഒരു നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ഇൻകം എങ്കിൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് എക്സാമിന് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ഈ എബോവ് ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മളുടെ ഇൻകം. ദെൻ അതിന് ഫ്ലാറ്റ് 20% എന്തിന് ടാക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ദെൻ ഓൺലി ഇൻട്രസ്റ്റ് ഇൻകം മാത്രമേ ഉള്ളൂ. മാത്രമല്ല TDS is deducted as per section number 115A ആണെങ്കിൽ മാത്രമേ നമുക്ക് ഏതിന് ITR ദാറ്റ് ഈസ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് എക്സംഷൻ വരുന്നുള്ളൂ. പറയാനുള്ള കാര്യം ശ്രദ്ധിക്കുക. സപ്പോസ് 20% നമുക്കറിയാം 20% ആണ് ഏതിലെ ടാക്സ് റേറ്റ് 115A ടാക്സ് റേറ്റ്. ഇനി നിങ്ങൾ DTW അപ്ലിക്കബിൾ ആവുന്ന സിറ്റുവേഷനിൽ 15% ടാക്സ് റേറ്റ് വരുന്നെങ്കിൽ വിച്ച് എവർ ഇസ് ലോവർ 20 അല്ലെങ്കിൽ 15 വിച്ച് എവർ ഇസ് ലോവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ചൂസ് ചെയ്യും 15% അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ TDS അപ്ലിക്കബിലിറ്റി മെത്തഡിലാണ് ചെയ്യുക 15%. ദെൻ TDS ഇവിടെ ചെയ്ത സെക്ഷൻ പ്രകാരമല്ല 115A അല്ല. കാരണം 115A പറഞ്ഞ ടാക്സ് റേറ്റ് ഇതിന് 20% ആണ്. അപ്പോൾ ഒരു നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനിക്ക് ഓൺലി ഇൻട്രസ്റ്റ് ഇൻകൊള്ളൂ എന്ന് വിചാരിക്കുക. ഓൺലി ഇൻട്രസ്റ്റ് ഇൻകൊള്ളൂ. പക്ഷെ അവരുടെ DTW അപ്ലിക്കബിൾ ആയതുകൊണ്ട് TDS ഡിഡക്ട് ചെയ്തത് ഏതിലാണ് 15%. ഏത് സെക്ഷൻ പ്രകാരമല്ല 115A 20% അല്ല എന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺ ഫയലിംഗ് നിർബന്ധമാണ്. അപ്പോൾ റിട്ടേൺ ഫയലിംഗിൽ നിന്ന് എക്സംഷൻ കിട്ടണമെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലി ഇൻട്രസ്റ്റ് ഇൻകം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മാത്രമല്ല ഈ ഇൻട്രസ്റ്റ് ഇൻകത്തിൻ്റെ മുകളിൽ സെക്ഷൻ നമ്പർ 115A പ്രകാരം എന്ത് പിടിച്ചിട്ടുണ്ടാവണം TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ DTW പ്രകാരം അല്ല. ഓക്കെ, ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ITR നിന്ന് എക്സംഷൻ കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടാതെ അതർ ഇൻകംസ് എന്ത് വിചാരിക്കാം ദെൻ ITR നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ അതർ ഇൻകംസ് നോർമൽ ടാക്സ് റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നത്. അതിൽ നിന്ന് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ഒന്നാണ് അലൗഡ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് അലൗഡ് അല്ല. 80LA മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. നേരെ മറിച്ച് ഈ അതർ ഇൻകം നോർമൽ ടാക്സ് റേറ്റുമാണ്. മാത്രമല്ല അവിടെ വിത്ത് ചാപ്റ്റർ 6 ഡിഡക്ഷൻസോട് കൂടിയിട്ടാണ് അത് നിന്നത് നമുക്ക് അതർ ഇൻകം ടാക്സബിൾ ആവുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് വരുന്നത്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. സെക്ഷൻ നമ്പർ 115A ആദ്യത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ആർക്ക് ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കൺസേൺ എന്ത് ചെയ്യുന്നു ലോൺ ഇൻ ഫോറിൻ കറൻസി കൊടുക്കുന്നു. തിരിച്ചതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ് 20% പ്ലസ് സർചാർജ് എഡ്യൂക്കേഷൻ സെസ് ഒക്കെ അടക്കം ടാക്സബിൾ ആണ്. 195 എന്നാണ് TDS അപ്ലിക്കബിൾ ആണ്. ഇനി DTW ഉണ്ടെങ്കിൽ ലോവർ റേറ്റ് ചൂസ് ചെയ്യാം. ഡിഡക്ഷൻ PGP ഡിഡക്ഷൻ കിട്ടോ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ചാപ്റ്റർ 6 കിട്ടോ ഇല്ല. പക്ഷേ 80LA ഡിഡക്ഷൻസ് അലൗഡ് ആണ്. സെറ്റ് ഓഫ് അലൗഡ് ആണ്. അതെ, സെറ്റ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാനായിട്ട് പറ്റും. ഇനി റിട്ടേൺ ഫയലിനെ കുറിച്ച് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ ഓൺലി ഇൻകം. ഈ ഒരു നോൺ റെസിഡന്റ് ഓൺലി ഇൻകം ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല 115A ടാക്സ് റേറ്റ് ഇതിന് TDS കൂടി ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ദെൻ ITR നിന്ന് എക്സംഷൻ ഉണ്ട്. അതർവൈസ് തന്നെ ITR ഫയൽ ചെയ്യണം. നോർമൽ ഇൻകം ഇതല്ലാതെയുള്ള മറ്റ് ഇൻകംസ് ഉണ്ടെങ്കിൽ അതർ ഇൻകം അതായത് ഇൻട്രസ്റ്റ് അല്ലാതെ വേറെ ഇൻകംസ് ഉണ്ടെങ്കിൽ നോർമൽ ടാക്സ് റേറ്റിലാണ് വിത്ത് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് അടക്കം അലൗഡ് ആണ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അടുത്ത രണ്ടാമത്തെ ഈ സെയിം സെക്ഷൻ തന്നെ സെക്ഷൻ നമ്പർ 115A രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം അസസ് ചെയ്യാൻ തന്നെയാണ്. നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനിയാണ്. നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ദെൻ ലോൺ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ എനി കറൻസിയിലാണ്. ആദ്യത്തിൽ എന്തായിരുന്നു ലോൺ ഇൻ ഫോറിൻ കറൻസി ആയിരുന്നു. രണ്ടാമത്തെ ലോൺ ഇൻ എനി കറൻസിയിൽ ആർക്ക് കൊടുക്കുന്നു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ടിന് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ലോൺ റിസീവ് ചെയ്യുന്ന ഓക്കെ അല്ലെങ്കിൽ പെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓക്കെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ആരാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് ആണെന്ന് വിചാരിക്കുക. ദെൻ അവരെന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടാക്സ് റേറ്റ് വളരെ കുറവുള്ളൂ. കമ്പയർഡ് ടു ഫസ്റ്റ് സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 5% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ടാക്സ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണ് നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ലോൺ കൊടുക്കുന്നു. ആർക്ക് ലോൺ കൊടുക്കുന്നു ഇന്ത്യയിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ടിന് എന്ത് ചെയ്യുന്നു ലോൺ കൊടുക്കുന്നു. അത് ഏത് കറൻസിയിൽ എനി കറൻസി ഫോറിൻ കറൻസി വേണമെന്നില്ല എനി കറൻസിയിൽ എന്ത് കൊടുക്കുന്നു ലോൺ കൊടുക്കുന്നു. ദെൻ തിരിച്ച് ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് തിരിച്ച് ആർക്ക് കൊടുക്കുമ്പോൾ നോൺ റെസിഡന്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത് എത്രയാണ് 5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. ദെൻ സർചാർജ് അപ്ലിക്കബിൾ ആണെങ്കിൽ അതും പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരും. TDS അപ്ലിക്കബിൾ ആണ്. അതെ TDS അപ്ലിക്കബിൾ ആണ്. നോൺ റെസിഡന്റ് എല്ലാ പേയ്മെന്റുകൾക്കും TDS അപ്ലിക്കബിൾ ആണ്. സെക്ഷൻ നമ്പർ 194LB ഓക്കെ സെക്ഷൻ നമ്പർ 194LBയിൽ ഈ 5% എന്ത് ചെയ്യണം TDS ഡിഡക്ട് ചെയ്യണം. സർചാർജ് അപ്ലിക്കബിൾ ആണെങ്കിൽ ഇൻക്ലൂഡിങ് സർചാർജ് അടക്കം. ബാക്കി റിമൈനിങ് പോയിന്റ്സ് ആർ സെയിം ആസ് പോയിന്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തൊട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലോ. ഈ ഡിഡക്ഷൻ തൊട്ടുള്ള അതൊക്കെ സെയിം തന്നെയാണ്. ഈ ഒരു സെക്ഷൻ്റെ അകത്തും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലും സെയിം പോയിന്റ്സ്. അതായത് PGP ഡിഡക്ഷൻസ് കിട്ടൂല അഥവാ ഫ്ലാറ്റ് റേറ്റ് ആണ് ടാക്സ് വരുന്നത്. ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് കിട്ടൂല എക്സെപ്റ്റ് 80LA മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയൊന്നും കിട്ടൂല. ദെൻ സെറ്റ് ഓഫ് അലൗഡ് ആണ്. അതുപോലെ ഈ റിട്ടേൺ ഫയലിംഗ് എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ പർട്ടിക്കുലർ ഇൻകം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. TDS കറക്റ്റായിട്ട് സെക്ഷൻ 115A പ്രകാരം TDS വന്നിട്ടുണ്ടാവണം. ഇത്തരം സിറ്റുവേഷനിൽ ITR എക്സംഷൻ ഉണ്ട്. അല്ലാത്ത കേസിൽ ITR ഫയൽ ചെയ്യണം. ഓക്കെ, ആ സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒന്ന് റിവൈസ് ചെയ്ത് സെക്ഷൻ നമ്പർ 115A നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നു ലോൺ കൊടുക്കുന്നു. പക്ഷെ ലോൺ എനി കറൻസിയിലായിരിക്കാം. ആർക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് കമ്പനിക്ക് ഫണ്ടിന്. ദെൻ അവർ തിരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ
അതിന് TDS 194 LB 5% ആണ് വരുന്നത്. ടാക്സ് റേറ്റ് 5% തന്നെയാണ്, അല്ലെങ്കിൽ DTW റേറ്റ് വിച്ച് എവർ ഈസ് ലോവർ ആയിട്ട് വരും. ഇനി ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ തൊട്ടുമുമ്പ് ഡിസ്കസ് സെക്ഷൻ്റെ അകത്ത് പറഞ്ഞ കോമൺ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഇൻട്രസ്റ്റ് കഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് 5% ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നോക്കുക. സെക്ഷൻ 115A തന്നെ അഗെയിൻ സെയിം ആയി അസസ് ചെയ്യുന്ന നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി എന്ത് ചെയ്യാണ്, ഒരു ഇന്ത്യൻ കമ്പനിക്ക് എന്താണ്, ഇന്ത്യൻ കമ്പനിക്കാണ് ഫണ്ട് കൊടുക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആർക്കും നോക്കാം. ദാറ്റ് ഈസ് നമ്മൾ അസസിങ് നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ആർക്ക് ഫണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആർക്ക് ബോറോയിങ് ആരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെയർ ഇന്ത്യൻ കമ്പനിയാണ്. തൊട്ടുമുമ്പ് അങ്ങനെ ആയിരുന്നില്ല അല്ലേ. ആദ്യത്തേൽ ആരായിരുന്നു, ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കൺസേൺ ആയിരുന്നു. രണ്ടാമത്തേൽ ആരായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് ആയിരുന്നു അല്ലെ. മൂന്നാമത്തെ ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ, മൂന്നാമത്തെ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ദെൻ അതിലെന്താണ് ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി എന്ത് ചെയ്യാണ്, ലോൺ കൊടുക്കുന്നു, അല്ലെങ്കിൽ ലോങ് ടേം ബോണ്ടിൽ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഈ ഇന്ത്യൻ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ലോങ് ടൈം ബോണ്ട് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു ഈ ഒരു നോൺ റെസിഡന്റ്. പക്ഷെ ഇൻ ഫോറിൻ കറൻസിയിലായിരിക്കണം. ആദ്യത്തെ ഫോറിൻ കറൻസി ആയിരുന്നു, രണ്ടാമത്തെ ഇനി കറൻസിയാണ്. വീണ്ടും ഇവിടെ എന്താണ്, ഫോറിൻ കറൻസി വരെയാണ് മൂന്നാമത്തെ പോയിന്റിൽ. ഓക്കെ, ലോൺ ഓർ ലോങ് ടൈം ബോണ്ടുകൾ ഏത് കറൻസി, ഇൻ ഫോറിൻ കറൻസിയിൽ. പക്ഷെ സമയം ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്, 1/7/2012 to 30/6/2023. ആദ്യത്തെ ഇൻട്രസ്റ്റിൻ്റെ സെക്ഷനിലകത്ത് നമ്മൾ ലോണിനെ പറഞ്ഞുള്ളൂ, ലോണിൻ്റെ ടൈമൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. ഇവിടെ നമുക്ക് ലോൺ ഇൻ ഫോറിൻ കറൻസി ആർക്ക്, ഇന്ത്യൻ കമ്പനിക്ക്. ഓക്കെ, ആര്, നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിക്ക് ലോൺ കൊടുക്കുന്നു ഫോറിൻ കറൻസിയിൽ. അല്ലെങ്കിൽ ലോങ് ടൈം ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് നമ്മൾ നോൺ റെസിഡന്റ് പർച്ചേസ് ചെയ്യുന്നു. പക്ഷേ ഏത് സമയത്തിനിടയ്ക്ക് ഇഷ്യൂ ചെയ്തത്, അല്ലെങ്കിൽ ഈ സമയത്തിനിടയ്ക്കുള്ള ലോൺ 1/7/2012 മുതൽ 30/6/2023 വരെയുള്ള ആ ഒരു സമയത്തിനിടയ്ക്ക്. പക്ഷെ അതെന്തായിരിക്കണം, നിർബന്ധമായിട്ടും ഫോറിൻ കറൻസി ആയിരിക്കണം. ഓർ കഴിഞ്ഞില്ല, ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്ന മറ്റൊരു സിറ്റുവേഷൻ ആണ് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്, ദാറ്റ് ഇസ് RDB. റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് എനി കറൻസി. ശ്രദ്ധിക്കുക, ലോങ് ടൈം ബോണ്ട് ഫോറിൻ കറൻസി, ലോങ് ടൈം ബോണ്ട് ഫോറിൻ കറൻസി, റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് എനി കറൻസി. അഗെയിൻ സെയിം സിറ്റുവേഷൻ 30/6/2023 വരെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ദെൻ ഇത്തരം ഇൻസ്ട്രുമെന്റ്സിനാണ് എന്തുള്ളത്, ഈ ഒരു സെക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് മൂന്നാമത്തെ ഇൻട്രസ്റ്റ് ഏതിനൊക്കെയാണ്, ഒന്ന് ലോണ് അല്ലെങ്കിൽ ലോങ് ടൈം ബോണ്ട് എന്ന് ഇഷ്യൂ ചെയ്തത്, ഫോറിൻ കറൻസിയിൽ ഇഷ്യൂ ചെയ്തത് നമ്മളുടെ 1/7/2012 to 30/6/2023 വരെ ഫോറിൻ കറൻസിയിൽ. ആര്, നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി, ആരിൽ നിന്ന്, നമ്മുടെ ഇന്ത്യൻ കമ്പനി. തിരിച്ച് ഇന്ത്യൻ കമ്പനി എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്. അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി കറൻസി ഇഷ്യൂ ചെയ്ത് എവിടം വരെ, അപ് ടു 30/6/2023. അത് ഈ സെയിം ഡേറ്റ് വരെ തന്നെ എനി കറൻസി ആണെന്നുള്ളത്. റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് എന്ന് പറയുമ്പോൾ എനി കറൻസിയിലാവാം. ഓക്കെ, അതിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത് എങ്ങനെ എത്രയാണ്, 5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്, 5%. ദെൻ TDS 194LC, TDS സെക്ഷൻ 194LC. അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് 195-ലാണ്, രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് കമ്പനി എന്ന് പറയുന്നത് 194LBയിലാണ് എന്തെന്ന് വരുന്നത്, 194LBയിലാണ് TDS വരുന്നത്. പിന്നെ അടുത്ത മൂന്നാമത്തെ ഇന്ത്യൻ കമ്പനി എന്ന് പറയുമ്പോൾ 194LCയിലാണ് RDBയുടെ ഒക്കെ എന്ത് വരുന്നത്, TDS വരുന്നത് 5% തന്നെ. ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഒരു RDB, ദറ്റ് ഈസ് നമ്മൾ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് നമ്മൾ പറഞ്ഞു 5% ആണ് ടാക്സബിൾ ആവുന്നത് അല്ലേ. അപ് ടു വരെ 2023 ജൂൺ 30 വരെ ഇഷ്യൂ ചെയ്തത്. ഇനിയും സപ്പോസ് ഈ RDB ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഒരു പർട്ടിക്കുലർ ടൈമിനിടയിലാണെങ്കിൽ ഗവൺമെന്റ് അവിടെ എക്സംഷൻ കൊടുക്കുന്നുണ്ട്. ആ ടൈം എന്ന് പറയുന്നത് 2018 സെപ്റ്റംബർ 17 ഓക്കെ, 17/9/2018 മുതൽ 31/3/2019 ആ ഒരു ചെറിയൊരു സമയം. ഓക്കെ, നിയർലി ഒരു 6 മാസത്തെ ആ ഒരു സമയത്തിലാണ്. ഓക്കെ, അപ്പോൾ 2018 സെപ്റ്റംബർ 17 മുതൽ 2019 മാർച്ച് 31 വരെയുള്ള സമയത്തിനിടയ്ക്കാണ് ഈ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തത്. ഈ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സെക്ഷൻ നമ്പർ 10(4)(c) അകത്ത്, സെക്ഷൻ നമ്പർ 10(4)(c) അകത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്, എക്സംഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്നുകൊണ്ട് ആലോചിച്ച് നോക്കുക. ഈ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തത് 2018 സെപ്റ്റംബർ 17 മുതൽ 2019 മാർച്ച് 31 വരെയാണെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്, എക്സംഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ അഡീഷണൽ ആയിട്ട് ചേർക്കുക, ശ്രദ്ധിക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് ലോങ് ടൈം ബോണ്ട് ഓർ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് അതൊരു ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ IFSCയിൽ ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക, ഓർ IFSC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ അതിൻ്റെ അകത്തുള്ളതാണെന്ന് വിചാരിക്കുക. ദെൻ ഫ്രം ഏത് സമയത്ത് ഇഷ്യൂ ചെയ്തത്, 1/4/2022 36/2023
ആണെങ്കിൽ ദെൻ ടാക്സ് റേറ്റ് വിൽ ബി ഒന്നുകൂടെ റെഡ്യൂസ്ഡ് ടാക്സ് റേറ്റ് ആണ് 4%. ഗവൺമെന്റ് ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യാണ് 4% ടാക്സ് റേറ്റ്. പക്ഷേ ബിയോണ്ട് ദാറ്റ് പീരീഡ് ദാറ്റ് ഈസ് 30/6/2021 ശേഷമുള്ള സമയത്താണെങ്കിൽ ദെൻ ടാക്സ് റേറ്റ് ഹൈക്ക് അവിടെ 9%ലോട്ടാണ് വരുന്നത്. 1/7/2023 മുതൽ 9%. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കൊന്നുകൂടെ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക, നോക്കാം. ആദ്യം എന്താ പറഞ്ഞത്, മൂന്നാമത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ കമ്പനിക്ക് ഫണ്ട് കൊടുക്കുന്നു. ഏതൊക്കെ രൂപത്തിലാവാം, ഒന്നില്ലെങ്കിൽ ലോണിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ലോങ് ടൈം ബോണ്ടുകൾ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യുന്ന രൂപത്തിലാവാം. ഇത് ചെയ്യുമ്പോൾ ഫോറിൻ കറൻസിയിലാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. ഓക്കെ, ഫോറിൻ കറൻസിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന സമയം എങ്ങനെയാണ്, ഇവിടെ ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 1/7/2012 മുതൽ 30/6/2023 ഇടയിലുള്ള ഈ ബോണ്ടുകൾ. ഇതല്ലെങ്കിൽ പിന്നെ നോർമൽ ടാക്സ് റേറ്റ് ആണ്. ഈ ഒരു സ്പെഷ്യൽ ടാക്സ് റേറ്റ് കിട്ടണമെങ്കിൽ, ഈ ഒരു 5% സ്പെഷ്യൽ ടാക്സ് റേറ്റ് വരണമെങ്കിൽ എന്തായിരിക്കണം, നിങ്ങൾ ഈ ഒരു സമയത്തിനിടക്കായിരിക്കണം ലോൺ കാര്യങ്ങളൊക്കെ വരേണ്ടത്. ഫസ്റ്റത്തെ ഈ പറഞ്ഞ ഡേറ്റ് ഒന്നും ഉണ്ടായില്ല, ഫസ്റ്റത്തെ ഇൻട്രസ്റ്റിൽ അല്ലേ. സോ അവിടെ 20% ടാക്സ് റേറ്റ് അവിടെ, പക്ഷേ ലോണിന് ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ 5% ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ലോൺ ഷുഡ് ബി 1/7/2012 മുതൽ 30/6/2023 ആയിരിക്കണം, ഫോറിൻ കറൻസിയിലായിരിക്കണം ലോൺ, അല്ലെങ്കിൽ ലോങ് ടൈം ബോണ്ട്. റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ആണെങ്കിൽ എനി കറൻസി ആവാം. അതും ഏതുവരെ 30/6/2023 വരെ മാത്രമാണ്. ടാക്സ് റേറ്റ് എത്രയാണ്, 5% ആണ്. 194 LCയിലാണ് TDS വരുന്നത്. ഇനി ഇഫ് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തത് 17/9/2018 31/3/2019 ഇടയിലാണെങ്കിൽ സെക്ഷൻ നമ്പർ 10(4)C പ്രകാരം, ക്ലോസ് 4C പ്രകാരം അവിടെ എക്സംഷൻ ഉണ്ട്. ഈ 5% പോലും എന്ത് കൊടുക്കേണ്ട, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇനി ഈ ലോങ് ടൈം ബോണ്ടുകൾ അല്ലെങ്കിൽ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടുകൾ എങ്ങാനും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡോ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു IFSCയിലെ യൂണിറ്റോ ആണെങ്കിൽ ടാക്സ് റേറ്റ് 4%ലോട്ട് കുറച്ചിട്ടുണ്ട്. ഏത് സമയം വരെ, 1/4/2020 മുതൽ 2020 ഏപ്രിൽ 1 മുതൽ 2023 ജൂൺ 30 വരെയുള്ള ആ ഒരു സമയത്തിന് ഇടയിലാണ് ഈ ലോങ് ടൈം ബോണ്ട് അല്ലെങ്കിൽ RDB ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ IFSC യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അവിടെ എന്ത് കിട്ടും, നമുക്ക് ടാക്സ് റേറ്റ് 4% ആയിട്ട് കുറച്ച് കിട്ടും. പക്ഷെ വൺസ് ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ, കാരണം കറണ്ട് ഡേറ്റ് ഇപ്പോഴത്തെ ഫിനാൻഷ്യലൊക്കെയാണ് ഇഷ്യൂ ചെയ്യുമെങ്കിൽ 30/6/2023 ശേഷമാണെങ്കിൽ ദെൻ ടാക്സ് റേറ്റ് വിൽ ബി 9%. ടാക്സ് റേറ്റ് വിൽ ബി 9%. അതാണ് മൂന്നാമത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെയാണോ? അപ്പോൾ 3 ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചല്ലോ. ഫസ്റ്റ് ഇൻട്രസ്റ്റ് എന്തായിരുന്നു, ഫസ്റ്റ് ഇൻട്രസ്റ്റ് നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ആയിരിക്കും ഒരു ഗവൺമെന്റ് ഇന്ത്യൻ കൺസേൺ ആണെങ്കിൽ അല്ലെ 20% 195 TDS കാര്യങ്ങൾ. ദെൻ അതുപോലെ അടുത്ത് നമുക്ക് വരുന്നത് നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ടിന് നമ്മൾ ലോൺ കൊടുക്കുകയാണെങ്കിൽ അത് ഏത് കറൻസിയിൽ, എനി കറൻസിയിലായിരിക്കാം. ഓക്കെ, 5% 194 LBയിലാണ് എന്ത് വരുന്നത്, TDS വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ബാക്കി ഒക്കെ കോമൺ പോയിന്റ്സ് ആണ്. സെയിം റിട്ടേൺ ഫയലിംഗ് റിലേറ്റഡ് ഒക്കെ സെയിം പോയിന്റ്സ്. PGBP ചാപ്റ്റർ 6 കാര്യങ്ങളൊക്കെ, PGP ഡിഡക്ഷൻസ് ചാപ്റ്റർ 6 ഒക്കെ കോമൺ പോയിന്റ്സ് ആണ്. ഇനി ഇവിടെ മൂന്നാമത്തെ ഇൻട്രസ്റ്റിലാണെങ്കിലും ആ പോയിന്റ്സ് ഒക്കെ സെയിം ആണ്. ഇത് ITR ഫയൽ ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിം പോയിന്റ്. ഫ്ലാറ്റ് റേറ്റ് ടാക്സ് ആണ്. PGP ഡിഡക്ഷൻസ് അലൗഡ് അല്ല. ചാപ്റ്റർ 6 നമുക്ക് 80 LA മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ള ഡിഡക്ഷൻസ് കിട്ടൂല. സെറ്റ് ഓഫ് അലൗഡ് ആണ്. അതൊക്കെ കോമൺ ആണ് എല്ലാത്തിലും. ഓക്കെ, അതാണ് പ്രത്യേകം നമ്മൾ ഇനി വീണ്ടും പറയാത്തത്. സോ മൂന്നാമത്തെ നമ്മൾ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിക്ക് ലോങ് ടൈം ബോണ്ടുകളോ അതുപോലെ തന്നെ ലോങ് ടൈം ബോണ്ട് ഡേറ്റ് 1/7/2012 മുതൽ 30/6/2023 വരെയുള്ള ടൈമിനെടുക്കുക. അല്ലെങ്കിൽ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് അപ് ടു 30/6/2023 ടാക്സ് റേറ്റ് 5%, TDS 194 LC അല്ലെ. ദെൻ അതിനുശേഷം റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തത് 17/9/2018 to 31st March 2019 ആണെങ്കിൽ ടാക്സ് റേറ്റ് എന്താണ്, എക്സംപ്റ്റ് ആണ്. സെക്ഷൻ നമ്പർ 10 ക്ലോസ് 4C പ്രകാരം എക്സംപ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ലോങ് ടൈം ബോണ്ട് അല്ലെങ്കിൽ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓക്കെ, അല്ലെങ്കിൽ IFSC യൂണിറ്റ് ഇഷ്യൂ ചെയ്താണെങ്കിൽ എവിടെ നിന്നിട്ട് 1/4/2020 മുതൽ 30/6/2023 ആണെങ്കിൽ ടാക്സ് റേറ്റ് റെഡ്യൂസ്ഡ് ടാക്സ് റേറ്റ് ആണ് 4%. പക്ഷേ ബിയോണ്ട് ദിസ് പീരീഡ് ഇറ്റ് വിൽ കംസ് ടു 9%. ഓക്കെ ആണോ? യെസ്. ലാസ്റ്റ് നോക്കുക, സെക്ഷൻ നമ്പർ 115A തന്നെ നാലാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അവിടെ ആള് മാറി. നമ്മൾ ഇത്ര നേരം നമ്മൾ പേയി ദറ്റ് ഈസ് നമ്മൾ അസസ് ചെയ്യാറായിരുന്നു നോൺ റെസിഡന്റ് ഓഫ് ഫോറിൻ കമ്പനി ആയിരുന്നു അല്ലേ. ഈ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ സെബി ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചിട്ട് കുറച്ച് ഹൈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ദറ്റ് ഈസ് നമ്മൾ പൊതുവെ FII അതുപോലെ തന്നെ QFI എന്നൊക്കെ പറയും. ഓക്കെ, സോ നോർമൽ നോൺ റെസിഡൻസ് ആണ്. സോ FII ദറ്റ് ഈസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കാണല്ലോ
എന്ത് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവരാണ് അസസി. ഇവരെന്ത് ചെയ്യുന്നു, ഇവർ ഇന്ത്യൻ കമ്പനിയിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ബോണ്ട് വാങ്ങിക്കുന്നതൊക്കെ അല്ലെങ്കിൽ RDB ഒക്കെ വാങ്ങിക്കുന്ന ആരുടെ ആയിരിക്കും, ഇന്ത്യൻ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി. അപ്പോൾ പേയർ പേയർ ആരാണ്, ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ്, കാരണം ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഇനിയും അവരെന്ത് ചെയ്യുന്നു, ബൈ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഓർ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അവരെന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു ഇൻ എനി കറൻസി. തൊട്ട് മുമ്പത്തേൽ അങ്ങനെ ആയിരുന്നില്ല. തൊട്ട് മുമ്പത്തേൽ നമ്മൾ ഇന്ത്യൻ കമ്പനിയുടെ കേസ് പറഞ്ഞപ്പോൾ അവിടെ എന്തായിരിക്കണം, ലിസ്റ്റഡ് ബോണ്ടിലോ ലോണിലോ എന്തായിരിക്കണം, ഫോറിൻ കമ്പനിയിലായിരിക്കണം. ഓൺലി റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് മാത്രമാണ് എനി കറൻസിയിൽ, അല്ലെ. ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്, ദെൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻ എനി കറൻസി. അവിടെ ലോണും അതുപോലെ തന്നെ ലോങ് ടൈം ബോണ്ടും എന്തായിരുന്നു, ഫോറിൻ കറൻസി നിർബന്ധമായിരുന്നു. നാലാമത്തെ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റിൽ ഈ FII അല്ലെങ്കിൽ QFI എന്ത് ചെയ്യുന്നു, റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടുകളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസുകളോ എന്ത് ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇൻ എനി കറൻസിയിൽ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്. തിരിച്ച് ഈ ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ച് അവർക്ക് എന്ത് കൊടുക്കുന്നു, ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. പക്ഷേ ഈ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ അത് റെലവൻ്റ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ, സോ ഇൻട്രസ്റ്റ് പേയബിൾ ഫ്രം 1/6/2013 ടു 30/6/2023. ഈ ഒരു സമയത്തെ ഇൻട്രസ്റ്റിനാണ് ഈ ഒരു ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ടാക്സ് റേറ്റ് എന്നത് വരുന്നത് 5% ടാക്സ് റേറ്റ് വരുന്നത്. കാരണം അപ്പോൾ ഈ നിലവിലിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ 2024-25 ആണ്, അല്ലേ. ഇവിടെ ലോണിൻ്റെ ഡേറ്റ് അല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഏത് സമയത്ത് കൊടുക്കണം, 2013 മുതൽ 2023 ജൂൺ വരെയാണ്. അപ്പോൾ 23-24 ഫിനാൻഷ്യൽ ഇയറിൻ്റെ കേസാണ്, അല്ലേ. നമ്മൾ ഓൾറെഡി 24-25 ഫിനാൻഷ്യൽ ഇയറിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഈ വർഷം കൊടുത്ത ഇൻട്രസ്റ്റുകൾക്ക് എന്തല്ല, ഈ ഒരു ബെനിഫിറ്റ് അലൗഡ് അല്ല. അപ്പോൾ സെക്ഷൻ അത്രയ്ക്ക് എന്തല്ല, റെലവൻ്റ് അല്ല എന്നർത്ഥം എക്സാമിനും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഇവിടെ ലോൺ എന്നല്ല പറഞ്ഞത്, മുമ്പത്തെ സെക്ഷനിലൊക്കെ ലോൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോൺ ആ സമയത്താണെങ്കിൽ ഇൻട്രസ്റ്റ് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, കാരണം ലോൺ പീരീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സെക്ഷൻ്റെ ബെനിഫിഷ്യൽ ടാക്സ് റേറ്റ് നമുക്ക് അലൗഡ് ആണ്, അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇൻട്രസ്റ്റ് പറയുന്നത് ഓക്കെ, ഇൻട്രസ്റ്റ് പേയബിൾ ഫ്രം 1/6/2013 ടു 30/6/2023 അപ്പോൾ ഇൻട്രസ്റ്റ് ഈ സമയത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് നമുക്ക് എന്തില്ല, ഈ പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഡിഡക്ഷൻസ് കിട്ടുന്നില്ല, അല്ലേ. അപ്പോൾ ഈ ഒരു 5% ടാക്സ് റേറ്റ് വരണമെങ്കിൽ അല്ലെങ്കിൽ TDS അണ്ടർ സെക്ഷൻ 194LD, ഓക്കെ, TDS അണ്ടർ സെക്ഷൻ 194LD 5% അപ്ലിക്കബിൾ ആവുന്ന കേസ് എന്ന് പറയുന്നത് FII അല്ലെങ്കിൽ QFI എന്ത് ചെയ്യാണ്, റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടുകളോ ഓക്കെ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റികളോ എനി കറൻസിയിൽ വാങ്ങിക്കുകയാണ്. തിരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാണ്, പേയബിൾ ആയിട്ടുള്ള ടൈമാണ് പറയുന്നത് 2013 ജൂൺ 1 മുതൽ 1/6/2013 ടു 30/6/2023 ഇടയിലുള്ള ഇൻട്രസ്റ്റ് എന്ത് കിട്ടും, ആ ഇൻകത്തിന് 5% എന്ത് വരുന്നുള്ളൂ, നോൺ റെസിഡന്റിന് ടാക്സ് വരുന്നുള്ളൂ. ഓക്കെ, നേരം അതുപോലെ തന്നെ ഓൾസോ മുനിസിപ്പൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് പേയബിൾ ബിറ്റ്വീൻ 1/4/2020 ടു 30/6/2023. 2023 ജൂൺ 30 സമയത്ത് 2020 ഏപ്രിൽ 1 തൊട്ട് ആ സമയത്ത് മുനിസിപ്പൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിനും എന്തില്ല, 5% എന്ത് വരുന്നുള്ളൂ, ടാക്സ് വരുന്നുള്ളൂ. ഓക്കെ, 5% TDS അപ്ലിക്കബിൾ ആവുന്ന 194LDയിലാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയുന്നില്ല, പക്ഷെ ആദ്യത്തെ 3 സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് മൂന്നാമത്തെ ഇൻട്രസ്റ്റ് കുറച്ച് അധികം മനസ്സിലാക്കാണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഒന്ന് ഞാൻ ഒരു ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ഓരോ പോയിന്റും. ഓക്കെ, MCQ വേണ്ടിയിട്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ എക്സാമിന് MCQയിലായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് കമ്പനി ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ 5% ആണ് എന്ത് വരുന്നത്, ടാക്സ് വരുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച മൂന്നാമത്തെ കേസിൽ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കുമ്പോൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഈ IFSCയിലേക്കുള്ള യൂണിറ്റ് ആണെങ്കിൽ 2020 ഓക്കെ, നമ്മളുടെ ഇവിടെ 2020 മുതൽ 23 വരെയുള്ള ആ ഒരു സമയത്ത് ഇഷ്യൂ ചെയ്ത റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടുകളോ ലിസ്റ്റഡ് ലോങ് ടൈം ബോണ്ടുകളാണെങ്കിൽ ലിസ്റ്റഡോ അല്ലെങ്കിൽ IFSCയിലാണെങ്കിൽ ടാക്സ് റേറ്റ് 5 ഇല്ല. ഓക്കെ, 4% ഉള്ളൂ. പക്ഷേ ബിയോണ്ട് 2023 ജൂൺ 30 ശേഷമുള്ള ഇഷ്യൂ ചെയ്താണെങ്കിൽ ടാക്സ് റേറ്റ് 9%. അപ്പോൾ അവിടെ ശരിക്കും 3 ടാക്സ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, നോർമൽ കേസുകൾ 5%, ദെൻ ആ ഒരു പർട്ടിക്കുലർ ടൈമിനിടയിൽ ഇഷ്യൂ ചെയ്ത ലിസ്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ 4%, ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതിനാണെങ്കിൽ 9%. ഓക്കെ, അപ്പോൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.